എന്താ പട്രേ, സ്വബോധം നഷ്ടപ്പെട്ടോ? ആനന്ദിനെ പിടിച്ച് കസ്റ്റഡിയിൽ വെക്കാനും മാത്രമേ എനിക്ക് പോലീസ് ഉദ്യോഗമൊന്നുമില്ല. പിന്നെ നാഗമടത്തെ പ്രിയങ്കയ്ക്ക് തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരിയോട് അടങ്ങാത്ത പകയുണ്ട്. തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരിയുടെ തകർച്ച തന്നെയാണ് എന്റെ ലക്ഷ്യം. നിനക്കെന്റെ അമ്മയെ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല ഒരു കാലത്തും. അത് നീ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതാ പലവട്ടം. തീനാളം അണയ്ക്കാൻ പറന്നടുക്കുന്ന പ്രാണികളെ കണ്ടിട്ടില്ലേ? അതുപോലെ സ്വയം കത്തിയെറിഞ്ഞു മരണം ഇരക്കേണ്ടി വരും നിനക്ക്. വെരി ഗുഡ്, നല്ല ഭാഷാ പ്രയോഗം. പുസ്തകം മുഴുവനായിട്ടുള്ള നിന്റെ കൂട്ടുകെട്ട് നിന്റെ നാവിനെ ശുദ്ധീകരിച്ചിരിക്കുന്നു. അല്ലെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ, മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും. എന്റെ ഗുണഗണങ്ങൾ കേൾക്കാൻ വേണ്ടിട്ടല്ല ഞാനിവിടെ വന്നത്. നിനക്കൊരു കോമൺ സെൻസ് ഇല്ല അരവിന്ദ്. ഞാൻ പറഞ്ഞതല്ലേ, തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരിയുടെ തകർച്ച കാണാനാണ് ഞാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നതെന്ന്. നീ പറയുന്ന ആനന്ദ് കൃഷ്ണൻ തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരിക്ക് ഇന്നാരുമല്ല. അവനെ പടിയടച്ച് പിണ്ടം വെച്ച് കഴിഞ്ഞു നിന്റെ അമ്മ. അഖിലാണ്ടേശ്വരിയുടെ ഏറ്റവും വലിയ ശത്രു ഇന്ന് അവനാ. അവന്റെ തകർച്ച തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരിക്ക് കൂടുതൽ സന്തോഷം പകരുകയുള്ളൂ. അങ്ങനെയുള്ളപ്പോ ആ സന്തോഷം ഞാനായിട്ടുണ്ടാക്കി കൊടുക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? പ്രിയങ്ക, ഇത് കളി വേറെയാ. നീ പിടിച്ചെടുത്ത് നിൽക്കാത്ത കളിയാ. ആനന്ദ് എവിടെ? അത് പറ. അവസാനമായിട്ട് ഞാൻ നിന്നോട് ചോദിക്കുക, എന്റെ ബ്രോ എവിടെ? പറഞ്ഞ മനസ്സിലാവില്ല നിനക്ക്. അവനെ തേടി വരേണ്ടത് നാഗമടത്തെ പ്രിയങ്കയുടെ അരികിലേക്കല്ല, തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരിയുടെ അരികിലേക്കാ. വന്നിടത്തേക്ക് തിരിച്ചുപോയി ചോദിക്ക. കുടുംബത്തിന്റെ അന്തസ്സും അഭിമാനവും നിധി പോലെ ഒരു ജന്മം മുഴുവൻ കാത്തുവെച്ച ഒരു അമ്മയ്ക്ക് പ്രിയപ്പെട്ട മകൻ കാരണം ഒരു നിമിഷം കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടതിൽ അഭിമാനക്ഷതമുണ്ടായി. അതുകൊണ്ട് അവരുടെ കൈകൊണ്ട് തന്നെ അത് ചെയ്യേണ്ടി വന്നു. ദുരഭിമാന കൊലപാതകം. അതെ, തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരി കൊന്നതാ ആനന്ദ് കൃഷ്ണനെ. സുബ്രു, ഇവൻ പണ്ടേ കാര്യഗൗരവം ഇല്ലാത്തവനാ. ഒരു പെണ്ണ് മാത്രം താമസിക്കുന്ന വീട്ടിലേക്ക് കയറി അക്രമം കാണിച്ച അകത്ത് കടന്ന് അഴിയെണ്ണാം രണ്ടുപേർക്കും. മാത്രല്ല, കൂട്ടത്തിൽ നിനക്ക് നിന്റെ സർക്കാർ ജോലി കൂടി അങ്ങ് പോയി കിട്ടും. പിന്നെ ഇവന്റെ കമ്പനിയിൽ സെക്യൂരിറ്റി യൂണിഫോം ഇട്ട് നിൽക്കേണ്ടി വരും നിനക്ക്. എന്നെ കൊണ്ട് അത് ചെയ്യിക്കരുത്. അതുകൊണ്ട് ചെന്ന് തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരിയോട് പോയി ചോദിക്ക ആനന്ദ് എവിടെയാണെന്ന്. അങ്ങനെയാണെങ്കിൽ കൊന്നൊടുക്കിയ ശവം ജീർണിച്ചു പോവും മുമ്പ് അന്ത്യകർമ്മം ചെയ്യാൻ പറ്റും നിനക്ക്. പിടിച്ചോണ്ട് പോടാ ഇവനെ. എന്റെ ബ്രോയെ കണ്ടെത്തേണ്ടത് എന്റെ ആവശ്യമായതോട്ട് ഇപ്പൊ ഞങ്ങൾ പോവാ. നിന്റെ വിലയില്ലാത്ത ഭീഷണിക്ക് ഭയന്നിട്ടല്ല ഞങ്ങൾ പോകുന്നേ. എന്റെ ബ്രോയുടെ മിസ്സിങ്ങിന് നിനക്ക് പങ്കില്ലെന്ന് നിന്റെ ഈ മുഖഭാവം വിളിച്ചു പറയുന്നോണ്ടാ. പക്ഷേ നേരിട്ടല്ലാതെ ഈ വിഷയത്തിൽ നീയോ നിന്റെ ആൾക്കാരോ ഇടപെട്ടിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞ ഒരു പ്രാവശ്യം കൂടി ഞാൻ നിന്റെ മുമ്പിലേക്ക് വരും. പിന്നെ വനിതാ കമ്മീഷന് മുമ്പിൽ പരാതി പറയാനൊന്നും നീ ഉണ്ടാവില്ല. ഇത് പറയുന്നത് തൃച്ചംബരത്തെ അരവിന്ദ് കൃഷ്ണ. ഊണിലും ഉറക്കത്തിലും എന്റെ ഈ വാക്കുകൾ നീ ഓർത്തു വെക്കണം.
കഴിക്ക് ജയന്തി. പുളിശ്ശേരി ഇത് കുറച്ച് ഒഴിക്കട്ടെ. കഴിക്ക് കഴിക്ക് ജയന്തി, കഴിക്ക്. അല്പം സാമ്പാർ കൂടി ഒഴിക്കട്ടെ. സാമ്പാറാ എനിക്ക് ഏറെ പ്രിയം. സദ്യ പരിപ്പും കൂട്ടി കഴിക്കുന്നതിനിടയില് സാമ്പാർ അങ്ങ് ഒഴിക്കണം. പണ്ടെനിക്ക് സാമ്പാറേ ഗ്യാസിന്റെ പ്രശ്നം ഉണ്ടാക്കിയിരുന്നു. ഓ, ഇപ്പൊ ഞാനത് മൈൻഡ് ചെയ്യാറില്ല. അവിയൽ കുറച്ച് അവിയൽ കുറച്ച് കഴിക്ക്. തരട്ടെ? ആ അച്ചാറ് തൊട്ട് നിൽക്കുന്നത് ദഹനത്തിന് നല്ലതാ. ജയന്തിക്ക് ഭക്ഷണം വിളമ്പി തരാൻ എനിക്ക് വലിയ ഇഷ്ടാ. ജയന്തി കഴിക്കുന്നത് കാണാൻ നല്ല ചന്തമുണ്ട്. നല്ല ചന്തം കിട്ടണമെങ്കിലേ നോൺ വെജ് കൂടി വേണം. ഇങ്ങനെ ചിരിച്ച മുഖത്തോടു കൂടി നമുക്കൊരാള് ഭക്ഷണം വിളമ്പി തരുമ്പോഴേ അതൊന്ന് ആസ്വദിച്ച് കഴിക്കാൻ തോന്നും. ജയന്തി എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത്? എനിക്കറിയാം, ഇന്നലെ വരെ ഇല്ലാത്തൊരു സ്നേഹം കാണിച്ച് ഞാൻ എന്തിനാ ഇങ്ങനെ ഭക്ഷണം വിളമ്പി തരുന്നല്ലേ. ജയന്തി ഒരു നിഷ്കളങ്കയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. മാടപ്രാവിന്റെ മനസ്സാ ജയന്തിക്ക്. കാട ഫ്രൈ കൂടി ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. ദിനം പ്രതി 12 കാടമുട്ട വീതം കഴിച്ച ക്യാൻസർ പമ്പ അടക്കും. 1000 കോഴിക്ക് അര കാട എന്ന പ്രമാണം. അതൊക്കെ കോഴിക്കാ, മനുഷ്യനെ എത്ര വേണമെങ്കിലും തിന്നാം. ഇച്ചിരി അവിയലും കൂടി വിളമ്പട്ടെ? പിന്നെന്ത്. എനിക്ക് ഭക്ഷണം വിളമ്പുമ്പോ ചോദ്യങ്ങളായിരുന്നു. അങ്ങോട്ട് വിളമ്പിച്ചാ മതി. ഇടയ്ക്കിടയ്ക്ക് മൂളിയാലേ തൊണ്ടയിൽ കുടുങ്ങും. അത് ശ്വാസനാളത്തിൽ വല്ലം കയറി പോയാ എന്റെ കഴുപ്പും തീർന്നു. ഞാൻ വൈകിട്ടെ ജയന്തിക്ക് നമ്മുടെ ഹോട്ടലിൽ പുതിയതായിട്ട് തുടങ്ങിയ ഒരു ചിക്കൻ്റെ ഐറ്റം കൊണ്ടുവരാം. അയ്യോ, പുതിയ ചിക്കൻ ഐറ്റം? അയ്യോ, ആ ചിക്കന്റെ പേരാണ് ഫുൾ ഗീ ചിക്കൻ. ഓ, അവൻ എങ്ങനെ ഇരിക്കും? അത് ഈ ഇടയ്ക്ക് വന്നൊരു പുതിയ ഷെഫാ ചെയ്യുന്നത്. ആദ്യം ഒരു ഫുൾ ഗിരിരാജൻ കോഴിയെ തന്തൂരി അടുപ്പിൽ വെച്ച് നല്ല ചുട്ടങ്ങോട്ട് എടുക്കും. പിന്നെ ചുട്ട കോഴിയെ ഒന്നുകൂടി നെയ്യിലിട്ട് പൊരിച്ചെടുക്കുന്നതാ ഈ പുതിയ ഫുൾ ഗീ ചിക്കൻ. അതിനെ മുറിച്ച് പല കഷ്ണങ്ങളാക്കോ? ഇല്ലില്ല, അതേപടി പ്ലേറ്റിൽ തരും. മുറിക്കില്ല. മുറിക്കരുത്. എനിക്കൊരു ഗിരിരാജൻ കോഴിയുടെ മുഖത്ത് നോക്കി പ്രതികാര വിശപ്പോടെ കടിച്ച് മുറിച്ച് കഴിക്കണം. എന്നാലേ ഞാൻ വൈകിട്ട് ഉറപ്പായിട്ടും വരുത്താം. ഗിരിരാജൻ കോഴി, ഈ പേര് ഞാൻ എവിടെ കേട്ടിട്ടുണ്ടല്ലോ. അത് മറ്റേ ഗിരിരാജവർമ്മ. എന്തൊക്കെ പേരുകളല്ലേ. ഗിരിരാജവർമ്മ, നല്ല പേര്. ആരാത്? അത് പ്രിയങ്കയുടെ ഗംഗയുടെ അമ്മാവൻ. ഓ, അയ്യോ, അത് ശരിയാണല്ലോ. കല്യാണത്തിന്റെ അന്ന് കണ്ട ആള് അവരുടെ അമ്മാവൻ. കഴിക്കും സാമ്പാർ. അല്ല, അയാളിപ്പോ ജയിലിലായിരിക്കുമല്ലോ. ജയിലിലൊന്നുമല്ല, അയാൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. ആഹാരത്തിന് ശേഷം മധുരം കഴിക്കണം. ഇത് ഞാൻ ജയന്തിക്ക് വേണ്ടി പ്രത്യേകം വാങ്ങിച്ചു വെച്ചതാ. അയ്യോ, നോക്കട്ടെ. അയ്യോ, ഒന്ന് പോ, എനിക്ക് വയ്യ. ദാ ഇതെന്താ പുതിയൊരു കൂട്ടുകെട്ട്? നന്ദന ജയന്തിക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുന്നു. ഇതിലെന്തോ ചതിയുണ്ട്. ഈ മരക്കഴുത വല്ലതൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടാവോ എന്തോ. നല്ല ജിലേബി. അയ്യോ, നീ എന്താ ഈ കാണിക്കുന്നേ?
നന്ദനെ കൊണ്ട് ആഹാരം വിളമ്പിക്കുന്നു. നീ ആരാടി ഇവിടുത്തെ കെട്ടിലമ്മയോ? ദേ, ഈ ഇരിക്കുന്നതേ ഞങ്ങളുടെ ഒരേ ഒരു മരുമകളാ, തൃച്ചംബരത്തിന്റെ അടുത്ത അവകാശി. ആന്റി, ഞാൻ ജയന്തിക്ക് ആഹാരം വിളമ്പി കൊടുത്തതാ, അല്ലാതെ ജയന്തി എന്നെ കൊണ്ട് വിളമ്പിച്ചതൊന്നും അല്ല. എന്തിനാ ആന്റി അസൂയപ്പെടുന്നത്? ചിലരുടെ സ്നേഹം നമ്മൾ അറിയാൻ വൈകും. വൈകി വന്ന ബന്ധവാ ഞാനും നന്ദനും തമ്മിലുള്ള ബന്ധനം. ഓ, പുതിയ ബന്ധനോ? എഴുന്നേക്കടി അവിടുന്ന്. മലയാളം എഴുതാനും വായിക്കാനും അറിയാത്തവളാ സാഹിത്യം പറയുന്ന. ഇവിടെ ഒരുത്തനെ കാണാതായിട്ട് ദിവസങ്ങൾ കഴിഞ്ഞു. ഞാനും ചേച്ചിയൊക്കെ മനസ്സുരുക്കി നടക്കുക. അപ്പോഴാ അവളുടെ ഒരു സദ്യയൂണ്. അസൂയ പിടിച്ച ആന്റി. എഴുന്നേക്കടി അവിടുന്ന്. ഈ സ്വീറ്റ്സ് ഒന്ന് കാലിയാക്കിക്കോട്ടെ. ആന്റി, നന്ദന, ഇതിൽ ഇടപെടണ്ട. ഇവളെ ഞാൻ കുറച്ച് നാളായി ശ്രദ്ധിക്കുക. വാടി ഇവിടെ. വരാൻ വാ ഇങ്ങോട്ട്. ആന്റി, ഇതും കൂടി വേണ്ട. വാ. വീട് ആന്റി. ഇങ്ങോട്ട് വാടി. കൈ ഇങ്ങോട്ട് നീട്ട്. ഉണ്ണോ. നന്ദൻ എന്തൊക്കെ ചോദിച്ചു നിന്നോട്? അമ്മേരെ കാലിലെ പ്ലാസ്റ്റർ എടുത്തോന്ന് ചോദിച്ചു. എന്താ അത് അത്ര വലിയ കുറ്റമായി പോയോ? പിന്നെന്ത് ചോദിച്ചു? എനിക്കറിഞ്ഞൂടാ. മനുഷ്യന് ആഹാരം കഴിക്കാനും സമ്മതിക്കൂല. എടി, അവള് നിന്നെ സ്നേഹം കൊണ്ട് പിടിച്ചിരുത്തി ഊട്ടിയതൊന്നും അല്ല. നിന്റെ കയ്യിൽ നിന്നുള്ള രഹസ്യങ്ങൾ ചോർത്താനുള്ള തന്ത്രമായിരുന്നു അവളുടേത്. ആണോ? എടി, ആനന്ദിനെ കാണാതായതിന്റെ പിന്നില് ഞാനോ നീയോ ഉണ്ടോന്നറിയാനുള്ള ശ്രമം നടത്തുക അവള്. തൃച്ചംബരത്തിനകത്തുള്ള CBI അവള്. പറയ്, അവൾ എന്തൊക്കെ ചോദിച്ചു നിന്നോട്? കഴിക്ക് ജയന്തി. ഞാൻ അങ്ങോട്ട് സ്നേഹം കാണിക്കുമ്പോ തിരിച്ചും കാണിക്കണം. ഇനി മുതല് നമ്മൾ തമ്മിൽ ഒരു രഹസ്യവും വേണ്ട. അല്ല, ഇതൊന്നും വിലാസിനി ആന്റി അറിയരുത്. അല്ല, വിലാസിനി ആന്റി ഇടയ്ക്കിടയ്ക്ക് പുറത്തോട്ട് പോകുന്നുണ്ടല്ലോ. എവിടെ പോകുന്നതാ? ഇനി എപ്പ പുറത്തു പോയാലും എന്റെ അടുത്ത് പറയണം. അല്ല, വേറൊന്നും അല്ല. ആ സമയത്ത് ജയന്തിക്ക് എന്ത് ആഹാരം വേണോന്ന് പറഞ്ഞാലും ഞാൻ വാങ്ങിച്ചു തരാം. അയ്യോ, അതിനെന്താ? ആന്റി ഇവിടുന്ന് എപ്പോ പുറത്തു പോകുന്നു ആ സമയത്ത് തന്നെ ഞാൻ വിളിച്ചു പറയാം. അയ്യോ, പിന്നെന്ത് ചോദിച്ചു അവള്? പിന്നെ പിന്നെ മതി. മതിയോ ജയന്തി? ആഹാരം ഇനിയും കൂടുതൽ കഴിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിലേ ഒരു ടോണിക് ഉണ്ട്. അഖിലാന്റി ഒക്കെ കഴിക്കുന്ന ഒരു ടോണിക്കാ. അതിന്റെ പേര് ഓർത്ത് വെച്ച് ജയന്തിക്ക് ഞാൻ വാങ്ങിത്തരാം. അയ്യോ, അതൊന്നും വേണ്ട. അതെനിക്കറിയാം. ആ ടോണിക്ക് അത് വിലാസനയുടെ കയ്യിലുണ്ട്. ഇരുമ്പ് ടോണിക്കല്ലേ? അയ്യോ, എടി, ഞാൻ എല്ലാം നശിപ്പിച്ചല്ലോ നീ. ഒരു ടോണിക് ഉണ്ടെന്ന് പറഞ്ഞത് ഇത്രയും വലിയ പ്രശ്നമാണ് ആന്റി. പിന്നെ നീ എന്തൊക്കെ പറഞ്ഞു തീറ്റപ്രാന്തി? ഗിരിരാജവർമ്മയുടെ കാര്യം എന്തോ ചോദിച്ചു. ഗിരിരാജവർമ്മയുടെ കാര്യം എന്താ ചോദിച്ചേ? പറയടി, എന്താ ചോദിച്ചെന്ന് പറയാൻ. അത് പറഞ്ഞ അടി ഉറപ്പാ. അയ്യോ, ഗിരിരാജവർമ്മയുടെ കാര്യമല്ല, ഗിരിരാജൻ കോഴി ഫ്രൈയുടെ കാര്യോ പറഞ്ഞത്. പിന്നെ നീ എന്താ പറഞ്ഞേ? പിന്നെ സാമ്പാറിന്റെയും പുളിശ്ശേരിയുടെയും കാര്യമൊക്കെ ചോദിച്ചത്. എനിക്ക് ആഹാരം കഴിക്കുന്നതിനിടയിൽ തടസ്സം വന്നാലേ ആൾസിമേഴ്സ് ഉണ്ടാവും. അതെനിക്ക് പണ്ടേ ഉള്ളതാ. പിന്നെ ആന്റി, ഞാനൊരു പഴം കഴിച്ചോട്ടെ? ഊണ് കഴിഞ്ഞാൽ എന്തെങ്കിലും ഫ്രൂട്ട്സ് എനിക്ക് മസ്റ്റാ. പോട്ടെ. അയ്യോ, എന്റെ ദൈവമേ. നാശം. വിളിച്ച ഒരു സമയത്തും കിട്ടില്ല.
വെറുതെ പൈസ മുടക്കി. അനിയൻകുട്ടാ, എടാ അനിയൻകുട്ടാ, ഒപ്പോളമ്മേ. എന്താടാ വിളിച്ചാ വരാൻ എത്ര താമസം? ഞാൻ ഓൺലൈൻ ക്ലാസ്സിലായിരുന്നു ഒപ്പോളമ്മേ. ഓൺലൈൻ ക്ലാസ് ഒക്കെ രക്ഷകർത്താക്കൾ മുമ്പിൽ വെച്ച് മതി, അല്ലെങ്കിൽ കുട്ടികൾ പിഴച്ചു പോകാൻ അത് മാത്രം മതി. എവിടെ നിനക്ക് ചേച്ചി? അവളെ വിളിപ്പുറത്തമ്മയെ കാണാൻ പോയിട്ട് വന്നില്ലേ ഇതുവരെ? ഇല്ല. നന്നായി. നിന്നോട് മാത്രമായി എനിക്ക് ചിലത് ചോദിക്കാനുണ്ട്. സത്യം സത്യമായി പറയണം. നിന്റെ ചേച്ചിയും അവളുടെ കെട്ടിയവനുമായിട്ട് എന്തെങ്കിലും സൗന്ദര്യപ്പിണക്കം ഉണ്ടായിട്ടുണ്ടോ? എടാ, അവര് തമ്മില് വാക്ക് തർക്കമോ വഴക്കോ അങ്ങനെ വല്ലതും ഉണ്ടായിട്ടുണ്ടോ എന്ന്? ഏയ് ഇല്ല, അവര് തമ്മിൽ നല്ല സ്നേഹത്തിലാ. ഇത്ര വലിയ സ്നേഹമായിരുന്നെങ്കിലേ ഈ സമയത്തിനിടയ്ക്ക് ഒരു പ്രാവശ്യമെങ്കിലും അവൻ അവളെ ഒന്ന് വിളിക്കാത്ത എന്താ? അവൻ ജോലി ചെയ്യുന്ന കമ്പനിയിൽ ചെന്ന് അവളൊന്ന് അന്വേഷിക്കാത്തത് എന്താ? ഇന്ന് അമ്പലത്തിൽ പോയിട്ട് വല്ലുവിന്റെ കമ്പനിയിൽ പോകുമെന്ന് പറഞ്ഞായിരുന്നു. ആ, അത് നന്നായി. ഈ തൃച്ചംബരത്തുകാരോടും നിങ്ങളുടെ വലിയ കുഞ്ഞിനോടൊക്കെ ശത്രുതയുള്ളവരാരെങ്കിലും ഉണ്ടോ? അത് നാഗമഠത്തിലെ പ്രിയങ്കയും ഗംഗയൊക്കെയാ. അവരൊക്കെയാ തൃച്ചംബരത്തിലെ പ്രധാന ശത്രുക്കള്. നാഗമഠത്തിലെ പ്രിയങ്കയും ഗംഗയും. ആ, അതവിടെ നിൽക്കട്ടെ. നീ അവൾ അറിയാതെ ദാസിന് കത്തെഴുതിയിരുന്നു. എന്താടാ ചോദിച്ചിട്ട് ഉത്തരം പറ. എഴുതിയിരുന്നോന്ന്? അല്ലെങ്കിൽ തന്നെ നിന്നോർത്ത് ആകെ ടെൻഷനിലായിരുന്നു ദാസ്. ഏത് നേരം നിന്നെ കുറിച്ചുള്ള ചിന്തയാ. അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പെൺമക്കളെ ഒരാളുടെ കയ്യിൽ പിടിച്ച് ഏൽപ്പിച്ചാൽ അതോടെ ഉത്തരവാദിത്തം കഴിഞ്ഞു. ആൺകുട്ടികളുടെ കാര്യം അങ്ങനെയല്ല. അവരെ പഠിപ്പിച്ച് പ്രാപ്തരാക്കി വിടുക എന്നത് വലിയൊരു കടമ്പയാ. നീ കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? അതുകൊണ്ട് നിന്നെ നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനാ ഓപ്പോളമ്മ വന്നത്. ഒപ്പോളമ്മേ? എന്താ നിനക്ക് കളക്ടറാകാനാ മോഹം എന്ന് പറയുന്ന കേട്ടല്ലോ. കളക്ടറാകണമെങ്കിൽ ഇങ്ങനെയൊന്നും പഠിച്ചാ പോരാ. ഇല്ലായ്മയിൽ നിന്നും 2 മക്കളെ പഠിപ്പിച്ച് ഡോക്ടറാക്കിയവളായി ഈ ഓപ്പോളമ്മ. അതുകൊണ്ട് ഓപ്പോളമ്മ പോകുമ്പോൾ കൂടെ വരാൻ തയ്യാറായിരിക്കും. ഒപ്പോളമ്മേ, ചേച്ചി ഒറ്റയ്ക്കാ? ഒറ്റയ്ക്കല്ല, അവളെ നോക്കാൻ അവിടെ കെട്ടിയവനുണ്ടാകും. നീ ഒരു അധികപ്പറ്റ ഇവിടെ വേണ്ട. നിന്റെ തള്ള മാത്രമേ മരിച്ചിട്ടുള്ളൂ. തന്ത ഇപ്പോഴും ജീവനോടുണ്ട്. നിന്നെ കൂട്ടിക്കൊണ്ടുവരാനാ അവൻ എന്നെ ഇങ്ങോട്ട് അയച്ചത്. അതുകൊണ്ടേ വേറെ അഭിപ്രായമൊന്നും വേണ്ട. ഞാൻ വിളിക്കുമ്പോൾ കൂടും കുടുക്കയും എടുത്തുകൊണ്ട് ഇറങ്ങിക്കൊള്ളണം എന്റെ കൂടെ. ആ, പിന്നൊരു കാര്യം. തൽക്കാലം ഇക്കാര്യം നിന്റെ ചേച്ചി കല്യാണി അറിയണ്ട. പറഞ്ഞത് കേട്ടില്ലേ? അവൾ അറിയണ്ടാന്ന്. ഞാൻ പറഞ്ഞത് കേൾക്കാതെ അവളോടെങ്ങാനും പറഞ്ഞാൽ ദേ ഓപ്പോളമ്മയെ അറിയാമല്ലോ നിനക്ക്. ദേ അടുക്കളയിലെ ഇഡലി പുഴുങ്ങി വെച്ചിട്ടുണ്ട് 2 എണ്ണം. തൽക്കാലം അത് മതി. തടിയൊക്കെ ഒന്ന് ഉടയട്ടെ.
ആന്റിയുടെ ഈ ടെൻഷന്റെ കാര്യം എനിക്കറിയാം. എന്റെ വായിന്ന് എന്തെങ്കിലും രഹസ്യം ആ നന്ദനയ്ക്ക് കിട്ടിക്കാണോ എന്നല്ലേ? ഒരിക്കലും ഇല്ല ആന്റി, ഞാൻ അങ്ങനെ ഒന്നും വിട്ടു പറഞ്ഞിട്ടില്ല. ഒരു ടോണിക് ഉണ്ട്, അഖിലേന്റി ഒക്കെ കഴിക്കുന്ന ഒരു ടോണിക്ക. ആ ടോണിക്ക് അത് വിലാസനയുടെ കയ്യിലുണ്ട്.